എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് റസൂലിനെ നിയോഗിക്കാനുള്ള അള്ളാഹുവിന്റെ ലക്ഷ്യം? എന്താ? അള്ളാഹു ഒരു കാര്യം വെറുതെ ചെയ്യൂല. പ്രവാചകന്മാരെ അയച്ചതിൽ എന്തുണ്ട്? കൃത്യമായ യുക്തി അള്ളാഹുവിനുണ്ട്. അതായത് മനുഷ്യന്മാർ എന്ത് പറയാൻ പാടില്ല? ഒഴിവ് കഴിവ് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? പ്രവാചകന്മാർ വന്നിട്ടില്ല. ഞങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചു തരാൻ ആരും വന്നിട്ടില്ലല്ലോ എന്നൊരു കാരണം എന്ത് ചെയ്യരുത്? ഒരാളും പറയരുത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? റസൂലുമാരാണ് എന്ത് ചെയ്യുക? സത്യവും അസത്യവും നമുക്ക് വേർതിരിച്ചു തരിക. അത് സ്വീകരിച്ചാലാണ് ജീവിതം കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആ പ്രവാചകന്മാർ എങ്ങനെയാണോ നമുക്ക് വരച്ചു കാട്ടിയത്, ആ വരച്ചു കാട്ടിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം ഇഖാമത്തുൽ ഹുജ്ജ, അള്ളാഹു തെളിവ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളും എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെതിരെ സംസാരിക്കാൻ നാളെ മുന്നോട്ട് വരരുത്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, അള്ളാഹുവിന്റെ അതീവ കാരുണ്യമാണ് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിച്ചു എന്നത്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ, പ്രവാചകന്മാർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സന്തോഷ വാർത്ത അറിയിക്കും. വമുൻദിരീൻ, താക്കീതും എന്ത് ചെയ്യും? നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്തിനു വേണ്ടി? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദ റുസുൽ, പ്രവാചകന്മാർ അയച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവും അവർ പറയാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ആരാ നമുക്ക് പറഞ്ഞു തരേണ്ടത്? ഈ പറഞ്ഞ അള്ളാഹു ആരെയാണോ നിയോഗിച്ചത് അവരാണ് പറഞ്ഞു തരേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു, അള്ളാഹു വേദഗ്രന്ഥം ഇറക്കി. ഇതൊക്കെ ചെയ്തത് മനുഷ്യൻ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞ പ്രവാചകന്മാരില്ല എങ്കിൽ, വേദഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റൂല? സത്യം മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളതാണ്.